ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അൽ ഹസ്ന ഇസാ ശിഅ്ത സഹ്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമിനെ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ, ആ ഒരു മജ്ലിസിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് എന്നിൽ നിന്നും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ നിന്നും പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കുകയും നമുക്ക് നാളെ മീസാനിൽ കനം തൂങ്ങുന്ന അമലാക്കി മാറ്റുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറ ബഖറന്റെ 23-24 ആയത്താണ് തദബ്ബുർ, അതിനെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം സൂറ ബഖറയാണ്. എല്ലാവരും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിക്കോ. എല്ലാവരും ചൊല്ലിക്കോ, ഇബ്ലീസിൽ നിന്നുള്ള രക്ഷ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 22-ാമത്തെ ആയത്ത് വരെ കണ്ടു. അപ്പം ലാസ്റ്റ് 2 ആയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് കണ്ടു അല്ലേ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പന, ഉഅ്ബുദു റബ്ബക്കും. അതിന്റെ കൂടെ അള്ളാഹു അതിന്റെ ബെനിഫിറ്റും പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്ന അള്ളാഹു? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അത് മാത്രല്ല, എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്ത്? അള്ളാഹു നമ്മളെയും നമുക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു, ഭൂമിയെ നമുക്ക് മെത്തിയാക്കി തന്നു, ആകാശത്തെ സ്ട്രോങ് ആക്കി ബിനാക്കി നമുക്ക് സംരക്ഷണമായി ഉണ്ടാക്കി തന്നു, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് പല വെറൈറ്റി ഓഫ് ഫുഡ്സ് അല്ലെ? ഈ മഴ കാരണം നമുക്ക് പല വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു ഈ കാരണങ്ങളെല്ലാം നികത്തിയിട്ട് അള്ളാഹു പറയുന്നു, എന്നെ ഇബാദത്ത് ചെയ്യ്, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് സമന്മാരെ കണ്ടുപിടിക്ക്. അള്ളാഹു ചലഞ്ച് ചെയ്യുന്നു. അള്ളാഹു എന്താ നമ്മളോട് പറയുന്നേ? നിങ്ങൾ ശിർക്ക് ചെയ്യരുത് അല്ലെ? അള്ളാഹു പറയും, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഈ 2 ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? തൗഹീദാണ് ഇവിടെ കാണുന്നത്. കാരണം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് അല്ലേ? നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു, റിസ്ക് തന്നു, നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നു അല്ലേ? അപ്പൊ അള്ളാഹു ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. അവനാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ ഷഹാദത്തിന്റെ ഒരു പാട്ട് അല്ലേ? നമ്മുടെ ഷഹാദ അവിടെ കംപ്ലീറ്റ് ആയോ? ഇല്ല, അതിന് നെക്സ്റ്റ് പാട്ടുണ്ട് അല്ലേ? എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പഠിച്ചു, കണ്ടു. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യുന്നതിന്റെയും പ്രാധാന്യം എന്താണ് നമ്മൾ അടുത്ത ആയത്തിൽ കാണുന്നത്. അപ്പോൾ ആകമൊത്തം ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 21 മുതൽ 24 വരെയുള്ള ആയത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ഷഹാദത്ത് കലിമ, തൗഹീദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യുന്നതിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന ആയത്തുകൾ എന്തെല്ലാം. അപ്പൊ ഈ തൗഹീദിനെ നമുക്ക് 2 ഭാഗമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, അതായത് തൗഹീദൽ ഇൽമിയും തൗഹീദൽ അമലിയിലേക്ക് മാറ്റാം. ഈ തൗഹീദൽ ഇൽമി എന്ന് പറയുമ്പോൾ തൗഹീദൽ റുബൂബിയ, അതായത് അവനാണ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ക്രിയേറ്റർ, റബ്ബാണെന്നുള്ള കൺസെപ്റ്റിൽ വിശ്വസിക്കൽ. ഓക്കെ. ഇനി തൗഹീദ് അസ്മാവ സിഫാത്ത് എന്ന് പറയുമ്പം അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശ്വസിക്കൽ. ഖുർആനിലും സുന്നത്തിലും നമ്മൾ പഠിച്ച അള്ളാഹുവിന്റെ നാമങ്ങളിൽ അതിലൊരു കമ്പാരിസണും ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കൽ. ഓക്കെ. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് ആയിരിക്കണം
തൗഹീദൽ അമലിയ, തൗഹീദൽ ഇബാദ, അല്ലെ, തൗഹീദൽ ഉലൂഹിയ, തൗഹീദ് ഇലാഹി, അള്ളാഹുവിനെ ഇബാദത്ത് ഉണ്ടായിരിക്കണം. അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹു ആണ് ഇലാഹ്, അള്ളാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് കണ്ടു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നതിനും രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കണം. എന്ത് ചെയ്യുന്നതും ഒന്ന് നമ്മൾ, അതായത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നിയത്തായിരിക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. രണ്ടാമത്തെ മുവാഫഖ സുന്ന, സുന്നത്ത് ഫോളോ ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏത് കാര്യങ്ങളും രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്ന് നിയത്തും, മറ്റേത് മുവാഫഖ സുന്ന. തൗഹീദുൽ ഇബാദ എന്ന് പറയുമ്പോൾ ഇഖ്ലാസ്, അല്ലെ, അള്ളാഹുവിന് മാത്രം വേണ്ടി ചെയ്യുന്നത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യുന്നത് പ്രാധാന്യം എന്താ നമുക്ക് നോക്കാം. ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി സംശയാലുക്കളാണെങ്കിൽ അതിന്റെ പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സഹായികളെയും വിളിച്ചു കൊള്ളുക, നിങ്ങൾ സത്യവാനാണെങ്കിൽ. അതാണല്ലോ വേണ്ടത്. അതിന്റെ വേർഡ് മീനിങ്ങിലേക്ക് പോവാം. നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ, സംശയത്തിൽ, മിമ്മാ നസ്സൽന, നാം ഇറക്കിയതിനെ പറ്റി, അലാ അബ്ദിന, നമ്മുടെ അടിമയ്ക്ക്, ഫഅ്തു, സൂറത്തിൻ, ഒരധ്യായം കൊണ്ട്, മിൻ മിസ്ലിഹി, അതുപോലെയുള്ളതിൽ നിന്ന്, അതോ നിങ്ങൾ വിളിക്കുകയും ചെയ്യൂ, ശുഹദാക്കും, നിങ്ങളുടെ സാക്ഷികളെ. മിൻ ദൂനില്ലാഹി, അള്ളാഹുവെ കൂടാതെ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ. അപ്പൊ നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ എല്ലാവരും സംശയത്തിലാണെങ്കിൽ, അല്ലേ? എന്താ സംശയം? അള്ളാഹു ഇറക്കിയതിനെ കുറിച്ച്. എന്തിനെ കുറിച്ച്? അള്ളാഹു തന്റെ അടിമയുടെ മേൽ ഇറക്കിയതിനെ കുറിച്ച് സംശയത്തിലാണെങ്കിൽ. ഫീ റൈബിൻ, റൈബ് എന്ന് വിചാരിക്കുമ്പം, റൈബ് എന്ന് പറയുമ്പോൾ സാധാരണ സംശയമല്ല, മനസ്സിന് സമാധാനക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംശയം. അപ്പൊ ഇങ്ങനെ സമാധാനക്കേട് ഉണ്ടാവാൻ കാരണം എന്താ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംശയം ഉണ്ടാകുമ്പോഴാണ് മനസ്സിന് സമാധാനക്കേട് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാം സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ, നമ്മളിപ്പം കറിയാക്കുന്നുണ്ട്, നമ്മൾ ഓയിൽ ഒഴിച്ച് ഉള്ളിയിട്ട പുള്ളി ഇളക്കാൻ വേണ്ടി നമുക്കൊരു സ്പൂൺ വേണം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്പൂൺ നമ്മൾ എടുക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോക്കിയ പാട് അത് കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്കറിയാം. അപ്പൊ വേറെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ പൂർത്തിയാക്കും. പക്ഷെ വേറൊരു കേസിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ ഒരു സംശയം ഉണ്ടെങ്കിൽ, അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്താ? വിശ്വാസം. ആ വിശ്വാസത്തിൽ ഒരു സംശയം വരുമ്പം മനസ്സിന് ഭയങ്കര സമാധാനക്കുറവാണ്, അല്ലെ? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിലുള്ള, പരസ്പര വിശ്വാസത്തിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ എല്ലാം താറുമാറാകും. അത് മനസ്സിന് വല്ലാതെ അസ്വസ്ഥമാക്കും. അങ്ങനെയുള്ള സംശയത്തിനാണ് റൈബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അള്ളാഹു അവന്റെ അബുദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കി കൊടുത്ത ഖുർആനിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അതാണ് റൈബ്, സമാധാനക്കേടുണ്ടാക്കുന്ന സംശയം.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കലും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? അക്കാര്യത്തിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതാണ് റൈബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിമ്മ നസ്സൽന. നസ്സൽന എന്ന് പറയുമ്പോൾ, നസ്സല എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാജുവലി ഇറക്കിയത്. കാരണം ഖുർആനിനെ ഗ്രാജുവൽ, പോർഷൻ ബൈ പോർഷൻ, പാർട്ട് ബൈ പാർട്ടായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഉൻസില എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഇറക്കിയത്. അപ്പൊ ഇവിടെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇറക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇറക്കിയ ഖുർആനിനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അള്ളാഹു ചോദിക്കുക, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അതിനെയാണ് ഈ റൈബ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടിമയായിട്ടാ പറയുന്നത്. പൊതുവെ നമ്മൾ മനുഷ്യന്മാർ അടിമ എന്നെല്ലാം പറയുമ്പം ഈ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ലോ ലെവൽ അങ്ങനെ ചിന്തിക്കാം, അല്ലെ? പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പം ഒരു ഹൈ പൊസിഷനിൽ ഒരു വെൽ നോൺ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മൾ ഹൈ ലെവൽ സ്റ്റേറ്റസ് ഉള്ള ഒരാളുടെ അടിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അതാണ്. ഒരു വെൽ നോൺ പേഴ്സൺ ആയിട്ട് നമ്മൾ പേരൊന്ന് ജോയിൻ ആക്കി കൂട്ടി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. അത് ഭയങ്കര ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ PA, ഒരു മുഖ്യമന്ത്രിന്റെ PA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പനിയുടെ സിഇഒയുടെ PA എന്ന് പറയും, അത് അവർക്ക് കിട്ടുന്ന വലിയൊരു പോസ്റ്റ് പോലെ പറയാം. പക്ഷെ ഇവിടെ PA ചെയ്യുന്ന കാര്യം എന്താ? ഏറ്റവും ബേസിക് ആയിട്ട് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങും, വണ്ടി തുറന്നു കൊടുക്കുന്നുണ്ടാവും, ഒരു ബാഗ് പിടിക്കുന്നുണ്ടാവും, ഓർക്ക് കോൾ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അത്രയും സിമ്പിൾ കാര്യം ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവർ ആരുടെ PA? അവിടെ ഹൈ ലെവൽ, ഹൈ സ്റ്റേറ്റസിലുള്ള ആൾക്കാരുടെ PA ആയതുകൊണ്ട് അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടിമയായിട്ട് വിളിക്കുമ്പോൾ, അടിമയായിട്ട് കണക്കാക്കുമ്പോൾ, അടിമയായിട്ട് റെഫർ ചെയ്യുമ്പോൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈയസ്റ്റ് പൊസിഷനാണ്, അല്ലേ? ഹദീസിൽ കാണാം, ഷമായ മുഹമ്മദിയയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്രുനി കമാ അതർത നസ്വറ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ മറിയമിന്റെ മകനെ സ്തുതിച്ചതുപോലെ അധികമായി എന്നെ സ്തുതിക്കരുത്. ഇന്നമാ അബ്ദുഹു, ഞാനൊരു അബ്ദ്, അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി, അള്ളാഹുവിന്റെ അടിമയെന്ന്, ഫറസൂലുഹു, അവന്റെ റസൂൽ എന്ന്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്രയും ഇഷ്ടമാണ്, അത്രയും അഭിമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ എന്ന് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നതും അതാ, അല്ലേ? നമുക്ക് ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പം നമ്മൾ അവരായിട്ട് നമ്മൾ പേര് കണക്ട് ചെയ്യാൻ അവർക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലേ? ഒരു ഉമ്മക്ക് ഒരു കുട്ടിയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ, ആ ഉമ്മ ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്തതിലായാലും പിന്നെ വോമിറ്റ് ചെയ്യുമ്പോൾ അത് വൃത്തിയാക്കലാന്ന്, അതൊന്നും ഒരു നട്ടക്കേട് പോലെയല്ല, ഭയങ്കര സ്നേഹത്തോടെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത, അല്ലേ? ചില ഉമ്മമാരാണെങ്കിൽ വേറൊരാളെ തൊടാനോ അടുപ്പിക്കാൻ വരെ വിടൂല. അത്രയും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ബോണ്ടാണ്, അല്ലേ? അപ്പൊ നമ്മുടെ മനുഷ്യന്മാർക്ക് നമുക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അത്രയും എന്ത് വേണമെങ്കിൽ ചെയ്യാനും തയ്യാറായിരിക്കും, അല്ലേ? അപ്പൊ ഇവിടെ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമയാന്ന് പിന്നെ റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സൂറ ഇസ്രാ ഓപ്പണിംഗ് ആയത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദായിട്ട് മെൻഷൻ ചെയ്തിട്ട് ഇസ്രാ മിറാജ് യാത്രയെ കുറിച്ചിട്ടാണ് ഇതാക്കുന്നത്. അതൊരു ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണല്ലോ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് എന്നത്. അതുപോലെ ഈ ആയത്തിലും അബ്ദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താ? ഖുർആൻ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാരണം ജസ്റ്റ് ഒരു ജനറൽ നോളജ് എന്ന രീതിയിൽ ഞാൻ പറയാം. കാരണം ചില ആൾക്കാർ, ഈവൻ നമ്മൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പല തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മേലെ കാണുന്ന ടീം വരെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും
പിന്നെ ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ അനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അത് പാലിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. അല്ലെങ്കിൽ മറ്റൊരു കൂട്ടരുണ്ട്, ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഴലില്ല. വേറൊരു കൂട്ടർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന്. ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നതാ? അറിയാത്തത് കൊണ്ടാ, അല്ലേ? അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അബദ് മാത്രമാണെന്ന്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അവർക്കെല്ലാം ആ ഒരു അറിവ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പിന്നെ അപ്പോ നമ്മൾ ആയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ ഖുർആനിൽ, ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ല ഈ ഖുർആൻ എന്ന് ഒരു ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എന്ന അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളും അതുപോലെ കൊണ്ടുവരാം. കാരണം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ സാധനം വേറൊരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സംഭവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ, പക്ഷെ എന്തെങ്കിലും കൊണ്ടുവന്നാ പോരാ, എന്തെങ്കിലും കൊണ്ടുവന്നാ പോരാ. ഖുർആനിന്റെ വാക്ക് ചാതുര്യം, അതിന്റെ ഭംഗി, അതിന്റെ അർത്ഥം, അതിന്റെ പ്രസക്തി, അല്ലെ, അതിന്റെ കറക്റ്റ്നെസ്, അതിന്റെ സത്യസന്ധത, അതുപോലെയുള്ളതിന് അല്ലേ? നമ്മളിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെ? ആ ബുക്ക് മുഴുവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. ആ ബുക്കിനെ കുറിച്ച് നമുക്ക് വായ തോരാതെ സംസാരിക്കാൻ പറഞ്ഞാൽ മാക്സിമം പോയാൽ ചിലപ്പോൾ 2 മണിക്കൂറിൽ സംസാരിക്കാൻ പറ്റുമായിരിക്കും. വേറെ എത്ര ബുക്ക് വായിച്ചാലും നമുക്ക് വേറെ പുതിയ മെസ്സേജസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനിന്റെ ഓരോ ആയത്തും ഓരോ തവണയും നമ്മൾ അതിനെ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പുതിയ പുതിയ റിഫ്ലക്ഷൻസാ കിട്ടാൻ, ഓരോ പുതിയ പുതിയ റിഫ്ലക്ഷൻസാണ് നമുക്ക് ഖുർആനിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഖുർആനിന്റെ ഭംഗിയാണ്, അല്ലെ? ഖുർആൻ നമുക്ക് ശിഫയാണ്, ഖുർആൻ നമ്മളെ ഹൃദയത്തിന് സമാധാനമാണ്, അല്ലെ? അപ്പൊ അള്ളാഹു പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ. അള്ളാഹു ചലഞ്ച് ചെയ്യുന്നു, അല്ലെ? അള്ളാഹു ചലഞ്ച് ചെയ്യുന്നു. അപ്പോ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂലെങ്കിൽ നിങ്ങളൊരു സാക്ഷിനെ കൊണ്ടുപോവാ സഹായത്തിന് വേണ്ടി, അല്ലെ? ഇവിടെ പറയുന്നത് പിന്നെ ഷുഹദ എന്ന് പറയുമ്പം ഈ ഷഹീദിന്റെയും ഷാഹിദിന്റെയും പ്ലൂറലാണ് ഷുഹദ. അപ്പൊ ഇവിടെ ഷുഹദ എന്ന് പറയുമ്പം സാക്ഷിയാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് എന്നെ അല്ലാതെ എന്നെ കൂട്ടുപിടിക്കണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടോ. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അള്ളാഹു ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംശയിക്കുന്നവരെ ചലഞ്ച് ചെയ്യുന്നു, അല്ലേ? ഖുർആൻ തെളിയിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ്, അല്ലേ? എന്താ ഇവിടെ എല്ലാരും എന്താണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ ആരോപിക്കുന്ന എന്താ? ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ലാന്ന്, അല്ലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കളവാക്കിന്ന്, അല്ലേ? അപ്പം ഖുർആനിൽ പറയുന്നുണ്ട് ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം അതുപോലെ തന്നെ ലാസ്റ്റ് ആയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേൾക്കുന്നില്ലേ? ക്ലിയർ ഇല്ല? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയത്തിൽ നമ്മൾ കണ്ടു അള്ളാഹു മാത്രമാണ് ഇലാഹ്, അല്ലേ? അള്ളാഹു. അപ്പൊ ഈ ആയത്തിൽ നമ്മൾ കാണുന്ന എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധതയെ പ്രൂവ് ചെയ്യുന്നതാണ്, അല്ലെ? ഈ ഖുർആന് പ്രൂവ് ചെയ്യുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധതയെ. അപ്പം നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഖുർആനിന്റെ ചാപ്റ്റർ പോലത്തെ ഒരു ചാപ്റ്റർ നിങ്ങൾ കൊണ്ടുപോവാ. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ അള്ളാഹു ചലഞ്ച് ചെയ്യുന്നത്. ഈ പിന്നെ ജൂതന്മാരും ക്രിസ്ത്യൻസിലെല്ലാം പിന്നെ അവര് ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഇലാഹിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നില്ല, അല്ലെ? ഇവിടെ അള്ളാഹു എന്താ പറയുന്നത്? ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്നും, ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണെന്നുമാണ് നമ്മൾ ഈ ആയത്തുകളിൽ കാണുന്നത്.
ഓക്കെ, സൂറ യൂനിസിൽ 38 ആയത്തിലും സൂറ ഹൂദിൽ 13 ആയത്തിലും സൂറ തൂറിൽ 34 ആയത്തിലും സൂറ ഇസ്രായേൽ 88 ആയത്തിലും അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഖുർആനിനെ പോലെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ. പക്ഷെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം ഖുർആന് മറ്റുള്ള പുസ്തകങ്ങൾ പോലെയല്ല, ഖുർആൻ സ്പെഷ്യലാണ്, ഖുർആൻ മോയിസത്താണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ നബിമാർക്കും മോജിസത്ത് കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണോ അന്ന് ട്രെൻഡിങ് അതാണ് കൊടുത്തത്. കാരണം ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന സംഭവം അതിനെക്കാട്ടും മേലെയുള്ള കുറച്ച് ഹൈ ലെവൽ സംഭവം അതുപോലത്തെ ആ സെയിം ഗണത്തിൽപ്പെട്ട സംഭവം കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ മാജിക് ആയിരുന്നു അവിടെ ട്രെൻഡിങ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് ആ ഒരു മുജിസത്താ കൊടുത്തത്. എന്താ, വടിയിട്ട പാമ്പാവുന്നതും കയ്യിൽ നിന്ന് വെളിച്ചു വരുന്നതും അങ്ങനത്തെ ഒരു കുറച്ച് മുജിസത്തുകൾ. ഇനി ഈസാ നബി അലൈഹി സ്വലാമിന്റെ സമയത്ത് മെഡിക്കൽ സയൻസ് അതായിരുന്നു ബൂമിങ്. അതായത് അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത മുജിസത്ത് എന്താ, പിന്നെ ഒരു അന്തിന് കാഴ്ച കൊടുത്തു, പിന്നെ കുഷ്ഠരോഗിന്റെ രോഗം മാറ്റി, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓർഡർ പ്രകാരം മരിച്ച ആൾക്ക് ജീവൻ നൽകി. ഓക്കെ, അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമയത്ത് അറബികൾക്കിടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം എന്താ, അവരുടെ പിന്നെ എന്താ ഭാഷ, കവിത, വാക്കുചാതുര്യം, അതാണ് അറബികൾക്ക് ഇൻട്രസ്റ്റ് അല്ലെ. അതും ആ കാലഘട്ടത്തിൽ അറബ് രാജ്യത്തിന്റെ പുറത്ത് സയൻസും നോളജും അങ്ങനത്തെ കണ്ടുപിടുത്തങ്ങൾ, ഒരു നോളജിന്റെ എറ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം. ഓക്കെ, അപ്പൊ ഇവിടെ അള്ളാഹു ഖുർആനിലൂടെ അവന്റെ മെസ്സേജാ തരുന്നത് അല്ലേ. അപ്പോ ഇവിടെ ഈ അറബികൾക്കിടയിൽ ഭാഷയാണ് ഭയങ്കര വലിയ സ്കില്ല് അല്ലേ. അപ്പോ അവിടെ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിക്കല്, പിന്നെ അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ഒന്നുമില്ല. ഈവൻ അവരൊരു ടെന്റ് കെട്ടിയാൽ തന്നെ അതൊരു കാറ്റ് വന്നാൽ പറന്നു പോകും. അത്രയും ഒന്നും അവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. പക്ഷെ അവരെ സ്കിൽ എന്താ, ഭാഷ അല്ലേ. അവരെ കൾച്ചർ എന്താ, കവിത. അപ്പൊ ഇവൻ അറബി അറിയാത്ത പോലും ഖുർആനിന്റെ ആ മെലഡിയും ആ ഭംഗിയും കേട്ടിട്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ മുശ്രിക്കുകൾക്ക് മനസ്സിൽ വാശിയാണ് ഖുർആനിൽ വിശ്വസിക്കൂല, പക്ഷെ അവര് വരെ ഖുർആനിന്റെ ആ ഭംഗി ആസ്വദിച്ചു പോയിട്ടുണ്ട് അല്ലെ. അതാണ് ഖുർആനിന്റെ വണ്ടർ ഓഫ് ഖുർആൻ അല്ലെ, അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു പ്രത്യേകത അത്. അപ്പം അതാ ഈ അറബികൾക്ക് ഇത്രയും സ്കിൽഫുൾ ആയിട്ട് അറബികൾക്ക് അക്കാലത്തുള്ള അറബികൾക്ക് ഈ ഖുർആൻ പോലെ ഒരു ചാപ്റ്റർ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരാൾക്കും പറ്റൂല അല്ലേ. അവരോട് ചർച്ച ചെയ്തിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, അപ്പൊ ഇനി ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല അല്ലേ. പിന്നീട് കുറെ പുതിയ ഖുർആന് പോലെ ഉണ്ടല്ലോ, പിന്നെ നമ്മള് ഈ ബൈബിളെല്ലാം മാറ്റം സംഭവിപ്പിച്ചതുപോലെ ഖുർആനിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ആ ഖുർആനിന്റെ ഭംഗിയോ ഇതൊന്നും എങ്ങനെ ആയത്ത് പോലും വെക്കാൻ പോലും എന്താ പറയാ ക്വാളിറ്റി ഇല്ലാത്ത ഖുർആനാണ് കുറെ ആൾ വരാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ ഖുർആനിൽ പല മിസ്റ്റേക്സും കൊണ്ടുവരാൻ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഖുർആനിന്റെ വേറൊരു മുജിസത്ത. എന്താ, നമ്മൾ ഖുർആനിനെ എന്തിനു വേണ്ടിയാണ് അപ്രോച്ച് ചെയ്തത് നമുക്ക് ഖുർആൻ കിട്ടാം. ഇപ്പൊ ഷിഫക്ക് വേണ്ടിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഖുർആനിൽ ഷിഫ ഉണ്ടാവും. സമാധാനത്തിന് വേണ്ടിക്ക് അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ സമാധാനം കിട്ടും. ഹിദായത്തിൽ ഇന്ത്യക്ക് വേണ്ടിക്കാണ് പോണെങ്കിൽ അത് കിട്ടും. ഹിദായത്തിൽ അമേരിക്ക വേണ്ടി പോകുന്നെങ്കിൽ അത് കിട്ടും. ഇനി ഖുർആനിൽ തെറ്റ് കണ്ടിരിക്കാനാ പോകുന്നെങ്കിൽ അത് കിട്ടും. പക്ഷെ ഖുർആനിൽ ഒരു തെറ്റുമില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങള് അള്ളാഹു ചലഞ്ച് ചെയ്യുന്നത് അതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. അടുത്ത ആയത്തിൽ നമ്മൾക്ക് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തപ്പെടുന്ന നരകത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. അതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, വലൻ തഫ്അലു നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുന്നതുമല്ല.
ഫത്തഖു അപ്പോൾ സൂക്ഷിച്ചോളൂ, അന്നാസ് മനുഷ്യർ, വൽ ഹിജാറ കല്ലും, ഒഇദ്ദത് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ സത്യനിഷേധികൾക്കായി. അല്ലെ? അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. നിഷേധികൾക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. സൂറ ഇസ്രായേല് 88-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബിയെ പറയുക, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അവരിൽ ചിലർക്ക് പിന്തുണ നൽകുന്നതായാൽ പോലും. അപ്പോ എത്രയോ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ, പക്ഷെ പറ്റിയിട്ടില്ല. അപ്പൊ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നില്ലെങ്കിൽ അവസാനം എന്താ? നരകത്തിൽ തന്നെയാണ്, അല്ലെ? കാരണം ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിനും എല്ലാ നബിമാരിലും വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു നബിയിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ഈമാൻ പൂർത്തിയാവൂല, അല്ലെ? ഈമാൻ ആക്സെപ്റ്റബിൾ അല്ല, അല്ലെ? അവർക്കെന്താ? നരകമാണ് അവർക്ക് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ നരകത്തില് ഇന്ധനമായിട്ടാണ് മനുഷ്യനെയും, നരകത്തിൽ ഇന്ധനമായിട്ട് എന്തിനാന്നുള്ളത്? നരകത്തിൽ ഇന്ധനം കല്ലും മനുഷ്യരാണ്. വക്കൂത് എന്ന് പറയുമ്പോൾ കത്തിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം. അതിൽ ഇന്ധനം എന്താ? മനുഷ്യരും കല്ലുമാണ്, അല്ലേ? അന്നാസും വൽ ഹിജാറി. ആ ഒരു നരകത്തില് ഇന്ധനമായിട്ട് നമ്മൾ കത്തിക്കുന്ന അവസ്ഥ. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒന്ന് വേണ്ട, തീ പോലും കത്തണ്ട, നമ്മള് ചപ്പാത്തി ഒന്ന് പൊന്തി വരുമ്പം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആവി കൊള്ളുമ്പോഴുള്ള പൊള്ളൽ, അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവിടെ ഈ നരകത്തില് ഇന്ധനമായിട്ട് ഒരു മനുഷ്യനെ കത്തിക്കുമ്പോ ആ വേദന നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മരം, അല്ലെ? സാധാരണ മരം കത്തിക്കുമ്പോൾ ഈ ആ ചൂട്, ആ തീക്കനെ എന്തൊരു കടുപ്പാണ്. ആ മരം ഒരു കല്ലിന് കമ്പയർ ചെയ്യുമ്പോൾ മരം എത്ര സോഫ്റ്റാ. അപ്പോ ഈ ഹാർഡ് ആയിട്ടുള്ള കല്ല് കത്തിക്കും എത്ര ഭയാനകമായിരിക്കും, എത്ര സ്ട്രോങ് ആയിരിക്കും ആ തീന്റെ ഒരു ശക്തി. ആലോചിച്ച് നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ കാഫിര്യങ്ങൾക്ക് നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിദ്ദത്തിൽ കാഫിരി എന്നാ പറഞ്ഞത്. എന്താ കാരണം? എവ്രിതിങ് ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ, ഈവൻ നമ്പേഴ്സ് ആയിട്ട് വരെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ആ നരകത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടണ്ടേ റബ്ബിനോട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വാൺ ചെയ്യുന്നു, നിങ്ങൾ ഈ നരകാഗ്നിയിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടിക്ക് അള്ളാഹുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലും വിശ്വസിച്ചുകൊണ്ട്. കാരണം ആ വിശ്വസിക്കാത്തവർക്ക് നരകമാണ് ശിക്ഷ. നമ്മളെ മനസ്സിൽ ഒരു ചെറിയൊരു അംശം വരെ സംശയം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം, അല്ലേ? കാരണം നമ്മളെ ഈമാനിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്നറിയോ? യക്കീനാണ്, യക്കീൻ. ചില സമയത്ത് നമ്മളെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പം നമ്മൾക്കൊരു റിമൈൻഡർ, ഒരു മനസ്സിലൊരു മണിയടി ഉണ്ടാവും, അല്ലേ? നമ്മൾ ചിലപ്പം അസ്തഗ്ഫിറുല്ലാഹ് പറയും, ചില സമയത്ത് നമ്മളൊരു ചെറുതെ, ഇത് കുഴപ്പമില്ല, അവിടെ തീർന്നു. കാരണം നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? ആഖിറത്തിൽ സംശയിക്കാന്ന്, അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യല് സംശയിക്കാന്ന്, അള്ളാഹുവിന്റെ കൽപ്പനയിൽ സംശയിക്കാന്ന്, നരകത്തിന് സംശയിക്കാന്ന്.
അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നിങ്ങള് നരകത്തിയെ നരകത്തിയിൽ നിന്നും രക്ഷ തേടുക, പരിപൂർണമായിട്ട് വിശ്വസിക്കണം. ചെറിയൊരു സംശയമുണ്ടെങ്കിൽ പോലും നമ്മളത് നീക്കം ചെയ്യണം. കാരണം അള്ളാഹുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലും വിശ്വസിക്കാത്തവർക്ക് നരകത്തിയാണ് ശിക്ഷ. സ്വർഗം റെഡിയാക്കി വെച്ചതുപോലെ നരകവും റെഡിയാക്കിയിട്ടുണ്ട്. ഉഇദ്ദത്തിൽ കാഫിരി. സൂറ അംബിയായില് 98-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസ്ബുൻ ജഹന്നം. ഹസ്ബു ജഹന്നം, അതായത് തീർച്ചയായും നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലെ ഇന്ധനമാകുന്നു. അപ്പം ഇവിടെ ഇതനുസരിച്ച് നോക്കുമ്പം വിഗ്രഹങ്ങളായിരിക്കൂലേ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നത്, അതും ഇന്ധനമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നരകത്തിന്റെ ഇന്ധനമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കിബ്രീത്ത് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സ്റ്റോൺ ആണ്, ഒരു ബ്ലാക്ക് സൾഫർ ആണ് ഇവിടെ പറയുന്ന കല്ല്. ആ കല്ലെന്ന് വെച്ചാൽ കത്തിച്ച ഭയങ്കര ചൂടായിരിക്കും പോലും. ഭയങ്കര ചൂടുമാണ്, പെട്ടെന്ന് തീ പൊടുക്കുകയും ചെയ്യും, ഭയങ്കര പുകയും ഭയങ്കര മോശപ്പെട്ട സ്മെല്ലുമാണ്. അത് മാത്രമല്ല, അത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാലില്ലേ അത് പറ്റിപ്പിടിക്കും, അത് ശരീരത്തിൽ പോവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ അടുക്കളയിൽ, നമ്മളെപ്പോഴും അടുക്കളയിൽ പണിയെടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റോവ് ടോപ്പിന്റെ മേലെ ആ ഒരു സംഭവം ഇല്ലേ, അതിപ്പോ നമ്മൾ തിളപ്പിച്ച് പാല് മറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ കൈയോടെ നമ്മൾ ഓർമ്മയില്ലാണ്ട് ആ പാലിന്റെ പാത്രം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു പറ്റിപ്പിടിക്കലുണ്ട്. പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാനും കഴിഞ്ഞാൽ അത് നമ്മൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കല്ലിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ വെച്ചോക്കി, എത്ര ഭയാനകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും വാൺ ചെയ്യുന്നു. അള്ളാഹു പറയുന്ന ആ ശിക്ഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നരകമാണ്. അപ്പോ നമുക്ക് ഈ ആയത്തുകളിൽ കിട്ടുന്ന ലെസൺസ് എന്തൊക്കെയാ? നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീതാണ്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യാം, ഒരല്പം പോലും സംശയം ഇല്ലാണ്ടിരിക്കുക. അതുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് അത് നീക്കം ചെയ്യുക. നരകം അവിശ്വാസികൾക്ക് വേണ്ടി മുമ്പ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, സത്യനിഷേധികൾക്കാണ് ഈ ശിക്ഷ, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കൽ അത്രയും ഇമ്പോർട്ടന്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്യൽ അത്രയും ഇമ്പോർട്ടന്റാ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവര് ഖുർആനിൽ വിശ്വസിക്കുന്നില്ല എന്നാ. കാരണം ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കിയതാണ്. ഖുർആനിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നിങ്ങനെ ഐഡിയ ഉണ്ടാവില്ല, അല്ലേ? അള്ളാഹു എന്താ പറഞ്ഞ, ഉഅ്ബുദൂ റബ്ബക്കും. ഇബാദത്ത് അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്, അല്ലെ? അവിടേക്ക് എങ്ങനെ എത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല, ഖുർആൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ശതമാനം തന്നെ ഖുർആനിൽ എന്താന്ന് പറഞ്ഞത് മനസ്സിലാക്കാതെ നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പോ ഖുർആനിൽ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളെ ഇബാദത്തിന്റെ ക്വാളിറ്റി എന്തായിരിക്കും? നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. നമ്മൾ പഠിച്ചു വരുന്നത്ര, നമ്മൾ അറിഞ്ഞു വരുന്നത്ര, ഇതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലേ? ഫത്തഖുന്നാറല്ലദീ വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഇതിനെ എന്തെങ്കിലും രീതിയിൽ നിഷേധിക്കുന്നവർക്ക് നരകം മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്നു.
അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാം. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും വരും തലമുറയും നമ്മളിൽ നിന്നും മരിച്ചു പോയവരെയും നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാനും അത് മനസ്സിലാക്കുന്ന ഇൽമ നേടൽ മാത്രല്ലല്ലേ, കാരണം നമ്മൾ ഇവിടുന്ന് എത്ര ഇൽമ നേടിയെന്നല്ല അവിടെ അവർ അള്ളാഹു നോക്കാം. അള്ളാഹു നമ്മൾ എത്ര അമലാക്കിന്ന നോക്കാം അല്ലേ. നമ്മൾ ഈ നേടുന്ന ഇൽമ എത്ര മാത്രം ഈ പറഞ്ഞു തരുന്ന ഞാൻ ആദ്യം എന്നോടാ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഈ പറഞ്ഞു തരുന്ന ഞാൻ ആദ്യം എന്നോട് ഓർമ്മിപ്പിക്കുന്നു, പിന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കാം, നമ്മൾ ഈ കിട്ടുന്ന ഇൽമ എത്ര മാത്രം അമലാക്കുന്നുണ്ട്. പല ഇൽമും നമ്മൾ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പലതും നമ്മൾക്കറിയാം. പക്ഷെ എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിൽ വിഷമമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് റോൾ മോഡലായിട്ട് നമ്മള് സുന്നത്ത് ചിലത് ഫോളോ ചെയ്യുന്നുണ്ടാവും. വലത് വാതിനെ മുന്തിച്ചിട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ നോക്കിയിട്ട് അങ്ങനത്തെ പിന്നെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബീന്റെ സുന്നത്തിന്റെയും സുബീന്റെ ഇടക്ക് വലത് ഭാഗത്ത് ചേർന്ന് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ സുന്നത്തെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു റോൾ മോഡലായിട്ട് ഒരു മക്കളോട്, ഒരു സൗജിനോട്, ഒരു അയൽവാസിനോട്, അല്ലെങ്കിൽ ഒരു രോഗിനോട്, മാതാപിതാക്കളോട്, ഒരു മുതിർന്നവരോട്, അല്ലെങ്കിൽ ഒരു ജീവിനോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് നമുക്ക് റോൾ മോഡലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്, ഞാൻ എന്നോടാ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാ ഈ 21 to 24 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടതായിരിക്കും. നമുക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാനും അറിയുന്നുണ്ടാവും, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, പക്ഷെ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ നിസ്കാരം മാത്രം നോക്കിയാൽ മതി. ആ നിസ്കാരം ഈ പറയുന്ന ഞാൻ അത് എന്നോടാ ചോദിക്കുന്നു. നമ്മൾ അവത്തിൽ നിസ്കരിക്കാൻ തന്നെ നമ്മൾ ഓർമ്മയിൽ വരുത്തപ്പെടും. നമ്മൾ കൈ കെട്ടുമ്പോൾ തുടങ്ങുമോ നിസ്കാരമായിരിക്കും, അനുഗ്രഹത്തിലായിരിക്കും പിന്നെ നമ്മുടെ ചിന്ത. അള്ളാഹു നമുക്ക് നമ്മളെ സൃഷ്ടാവായ അള്ളാഹു തന്ന അനുഗ്രഹത്തിലായിരിക്കും നമ്മളെ ചിന്ത. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ 24 മണിക്കൂറിൽ 5 വക്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പോയിട്ട് നിൽക്കണ്ട്. നമ്മൾ അത്രമാത്രം ആത്മാർത്ഥത നമ്മൾ പുലർത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖുശൂഉള്ള നിസ്കരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിച്ച് സ്വർഗത്തിൽ കയറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണുമ്പോ നമ്മുടെ വസ്ത്രധാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മളെ സംസാരത്തിലും ആലോചിച്ച് നോക്കാം. നമ്മൾ ആ ഒരു രൂപത്തിൽ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ പിടിച്ച് വരൂ നമുക്ക് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ? ഓരോരാളും ആലോചിച്ച് നോക്കുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതുപോലെ ജീവിക്കാനും തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും മുസ്ലിമായതിന് പേരിൽ അനുഭവിക്കുന്ന കുറെ സഹോദരി അവർക്കെല്ലാം അള്ളാഹു അനുഗ്രഹം സംരക്ഷിക്കാൻ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ സ്വർഗം അല്ലെ, ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ അള്ളാഹുവിന്റെ വജ്ഹ് കാണുന്ന ആ ഒരു സന്തോഷം നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ പിടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സിറാത്ത് എന്ന പാലം മിന്നൽ വേഗത്തിൽ കടക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കബറിടം നമുക്ക് മുമ്പും കബറിടം വിശാലമാക്കി തരട്ടെ. സ്വർഗം
സ്വർഗം നോക്കി സ്വർഗം കിടക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ അനുഗ്രഹിക്കും. നമ്മൾ പരീക്ഷകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്ന കുറെ സഹോദരന്മാരുണ്ട്. അവരെല്ലാവരെയും പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ. എന്താണോ ഏറ്റവും ഹൈർ അത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ നമ്മൾക്ക് തന്നതാണ്. അള്ളാഹു മക്കൾ അബദാണ്, അള്ളാഹു അബദാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്ന നമ്മളെ മക്കള് അള്ളാഹുവിന്റെ അബദുകളാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് തന്ന മക്കള് ആ ബെസ്റ്റ് അബദ മാറ്റാനുള്ള തൗഫീക്ക്, അതിന്റെ ഹിക്മത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إني أسألك الجنة. اللهم إني أسألك الجنة. اللهم أجرني من النار وادخلني الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.